ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏത് തകർച്ചയിലും ഏത് പരാജയത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തെന്നാൽ തകർച്ചകളും പരാജയങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും നമ്മെ തളർത്താനുള്ളതല്ല, അത് നമ്മെ ഉയർത്താനുള്ളതാണ്, നമ്മുടെ ഉപരി നന്മയ്ക്കു വേണ്ടിയുള്ളതാണ്, നമുക്ക് ധൈര്യവും ശക്തിയും പകരുന്നതാണ്. അതിനാൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ തകർച്ചയുടെ വക്കിലാണ് എങ്കിൽ, ഈ സമയമാണ് ദൈവത്തെ വിളിക്കുവാൻ ഏറ്റവും നല്ല സമയം. ഈ സമയമാണ് ദൈവത്തോട് ഒരു സ്നേഹബന്ധം, എല്ലാറ്റിലും ഉപരിയായി ആഴത്തിലൊരു ബന്ധം ദൈവത്തോട് സ്ഥാപിക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണ് ഇത്. അതിനാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ ഭയപ്പെടാതെ കർത്താവിനെ വിളിക്കുവാൻ, കർത്താവിൻ്റെ കൂടെ നിൽക്കുവാൻ, കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ചവിട്ടുപടിയായി നിങ്ങളുടെ തകർച്ചകളെ കാണുക. അതിനാൽ ഭയപ്പെടേണ്ട. കർത്താവായ ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവിടുന്ന് സകലതും നടത്തിച്ചു തരികയും ചെയ്യും. വിശ്വാസത്തോടെ ധൈര്യമായി നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെട്ടിരിക്കും. അവിടുന്ന് നിങ്ങളെ സഹായിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഏറ്റവും കാരുണ്യവാനായ കർത്താവായ ദൈവമേ, ഈ സമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ തകർച്ചകളെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ ജീവിത വെല്ലുവിളികളെ ഓർത്ത് ഭയപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ഞങ്ങൾക്ക് പ്രത്യാശയായി, പ്രതീക്ഷയായി ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ. ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഭയപ്പെടാതെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം നുകരുവാൻ, എൻ്റെ കൂടെയുള്ള കർത്താവിനെ ആരാധിക്കുവാൻ, എൻ്റെ കർത്താവിൽ അഭയം പ്രാപിക്കുവാൻ, എൻ്റെ കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുവാൻ ഏറ്റവും ഉചിതമായ സമയമായി കണ്ട് എൻ്റെ കർത്താവെ, നിന്നിലേക്ക് കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ സഹായിക്കണമേ. ദൈവമേ, ചെയ്യുന്ന ജോലിയിൽ ഒരു ഉയർച്ചയും കാണാതെ, ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു ഉയർച്ചയും കാണാതെ, ജീവിതത്തിൽ ആകെ തകർച്ചയ്ക്കുമേൽ തകർച്ചയും പരാജയത്തിൻ്റെ മേൽ പരാജയവും ആയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ദൈവമേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്ന് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സ്രോതസ് അവരിലേക്ക് ഒഴുക്കി അവർക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ വിജയം, അവർക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വവും അവകാശങ്ങളെയും
ഈ രാത്രിയിൽ നേടിയെടുക്കുവാൻ എൻ്റെ കർത്താവേ നീ അവരെ സഹായിക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണ തോന്നണമേ. ഇപ്പോൾ ഹൃദയം വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്നവരുടെ മേൽ നിന്റെ സന്തോഷത്തിന്റെ വാർത്ത അവരെ അറിയിക്കണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ആർത്തുപാടിയ മാലാഖമാരോടൊപ്പം കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും നിന്നെ വാഴ്ത്തി സ്തുതിക്കുവാൻ സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി ജീവിത ക്ലേശത്താൽ വലഞ്ഞിരുന്ന ആട്ടിടയന്മാരുടെ മുന്നിൽ ദൈവമേ, അങ്ങ് സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി ചെന്നതുപോലെ ഇന്ന് രാത്രിയിൽ ദുഃഖത്തിലും വേദനയിലും മനപ്രയാസത്തിലും സങ്കടത്തിലും പ്രശ്നങ്ങളിലും കഴിയുന്ന ഞങ്ങൾ ഓരോരുത്തരിലും സദ്വാർത്തയുമായി ഇന്ന് നീ ഞങ്ങളുടെ അടുത്ത് വരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ എൻ്റെ കർത്താവേ, ഞങ്ങളെ നീ കരം തൊട്ട് സ്പർശിച്ച് സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ മഹാത്ഭുതം ദർശിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ ഇടയാക്കണമേ. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുടുംബത്തിൽ നിന്ന് പുറത്ത് യാത്ര ചെയ്യുന്നവരെയും ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരും ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിച്ച് ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്നതിന് കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ സഹായിക്കണമേ. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും വന്നാലും അത് ദൈവത്തോട് ആഴത്തിൽ ബന്ധം ഉറപ്പിക്കുവാനുള്ള ഒരു അവസരമായി കണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തിന് എല്ലാത്തിനും നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി എൻ്റെ ദൈവമേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവുമായി കിടന്നുറങ്ങുവാൻ ഞങ്ങളുടെ മനസ്സിനെ നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി അങ്ങയിലുള്ള ആഴത്തിലുള്ള വിശ്വാസം ഉറപ്പിച്ച് എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിരാവിലെ ഉണർന്ന് ദൈവമഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് കാവലായി നിങ്ങളെ പരിപാലിക്കുകയും പരിഗണിക്കുകയും ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറച്ച് സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും
പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായവും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.